എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പെണ്ണേ നിന്റെ തലയിലെ ഒരു മുടി പോലും ഔറത്താ, അന്യപുരുഷനെ കാണിക്കല്ലേ. പെണ്ണേ നിന്റെ ശബ്ദം പോലും ഔറത്താ. അതുകൊണ്ടാണ് അന്യപുരുഷനോടൊരു പെണ്ണ് സലാം പറയരുത്, അന്യപുരുഷനോട് ഒരു പെണ്ണ് സലാം പറയരുത്. കാരണം പെണ്ണിന്റെ ശബ്ദം ഔറത്താ. തലയിലെ ഒരു മുടി പോലും നീ വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കരുത്. കാരണം അങ്ങനെ നടന്ന നാളെ പടച്ചറപ്പിന്റെ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ മാറിടമ തുറന്നു കാണിച്ച പെണ്ണല്ല, ശരീരത്തിന്റെ ഭാഗങ്ങളെ തുറന്നു കാണിച്ച് നടന്ന പെണ്ണിന് കൊടുക്കുന്ന ശിക്ഷയല്ല. തന്റെ തലയിലെ ഒരു രോമം വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നരകത്തിന്റെ ഒരു തൊപ്പി അവളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാ. തലച്ചോറ് ഉരുകി ഒലിക്കുകയാ. വ്യഭിചരിച്ചതിന്റെ ശിക്ഷയല്ല, കള്ളുകുടിച്ചതിന്റെ ശിക്ഷയല്ല, കറങ്ങി നടന്നതിന്റെ ശിക്ഷയല്ല, ശരീരം പ്രദർശിപ്പിച്ചതിന്റെ ശിക്ഷയല്ല. ഒരു മുടി തന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, അത് വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്നതിന് പടച്ചറപ്പ് കൊടുത്ത ശിക്ഷയാ. പെണ്ണേ, മെഹ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, നരകത്തിലധികം പെണ്ണുങ്ങളാണ് സഹാബാ. നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഒന്ന് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് കഴിയുമോ, ഒന്ന് നന്നാകാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? പടച്ചവനെ